ഇവിടെ കറണ്ട് ചാർജ് ഫ്രീയാ, ബോർവെൽ അടിക്കാൻ വരെ ഫ്രീ ആയിട്ട് സൗകര്യം കൊടുക്കും. ഫ്രീ ആയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ നമുക്ക് 90% സബ്സിഡി ഉണ്ട്. 1 ലക്ഷം രൂപ മുടക്കിയാൽ 90,000 രൂപ നമുക്ക് തിരിച്ച് ഗവൺമെന്റിൽ നിന്ന് കിട്ടും. കുറേ സ്ഥലമൊന്നും നമുക്ക് വേണ്ട. ഏതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പൈസ നമുക്ക് ഉണ്ടാക്കും. 40 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു മുളകാണെങ്കിലും ഒരേക്കറിൽ നിന്ന് 12 ലക്ഷം രൂപയൊക്കെ ആദായം എടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടിമയായിട്ട് നമ്മൾ ഇതിനകത്ത് ജോലി ചെയ്യുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അത് വളർന്നു വരുന്ന വളർച്ച, അതിന്റെ ആദായം എടുക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം, അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ വാങ്ങുന്ന പൈസ. കൃഷി മേഖലയിലേക്ക് ഇറങ്ങുന്ന വിദ്യാഭ്യാസം വിവരമില്ലാത്തന്നെ ഇറങ്ങുന്നതെന്നാണ് നാട്ടിലൊക്കെ ഒരു വർത്താനം. ഈ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കൃഷിക്കാരനാന്ന് പറഞ്ഞാൽ പെണ്ണ് പോലും കിട്ടാൻ പലർക്കും ഇപ്പൊ പാടാണ്. പക്ഷേ ഈ നാട്ടിലുള്ള കണ്ടമാനം പിള്ളേർ ഈ ഒരു മേഖലയിലോട്ട് ഇപ്പൊ കടന്നു വരുന്നുണ്ട്. അവരെല്ലാം നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ പിള്ളേർ തന്നെയാണ്. എഞ്ചിനീയറിങ്, ഡിഗ്രി എല്ലാം കഴിഞ്ഞ പിള്ളേരെല്ലാം ഈ ഒരു ഫീൽഡിൽ ആ ജോലി വേണ്ടിയിട്ട് അവർ ഈ കൃഷി ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അതിനൊരു മെയിൻ കാരണം എന്നാ, അവർ ഈ വരുമാനം നോക്കിയാണോ അതെയോ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണോ? അതെന്താ സംഭവം? ഒന്ന് സ്ട്രെസ് കുറവ്, രണ്ടാമത്തെ കാര്യം ഒരു ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും പൈസ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുമെന്നാണ്. നമ്മളൊരു ജോലിക്കാരനാണെങ്കിൽ എപ്പോഴും നമുക്ക് നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് നടക്കാൻ പറ്റും. കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത് പറ്റില്ല. നമ്മളെ ആരെ എപ്പോൾ വിളിച്ചാലും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഓടിച്ചെല്ലാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു അർജന്റിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇട്ടിട്ട് പോവാം, ഇന്ന് വന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി ചെയ്താൽ മതി. ഇനി നമുക്കൊരു വയ്യാഴിക വന്നു, 4 ദിവസം 5 ദിവസം നമ്മൾ വീട്ടിൽ കയറി കിടന്നു, ആരും നമ്മളോട് ചോദിക്കാനില്ല. ഈ നാട്ടിലൊരു കാട്ടാന വന്നു കഴിഞ്ഞാല് അത് പിടിച്ചിട്ട് പോകണമെങ്കിൽ ഭയങ്കര പാടാ. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ കേരളത്തിൽ നിന്നാണ് പിടിക്കാനുള്ള ആന ഇവിടെ വരുന്നത്. അന്നേരം തന്നെ കൃഷി നശിപ്പിക്കാൻ തോന്നിയാൽ അവർ എന്ത് വിധേനയും ഗവൺമെന്റിനെ തുരത്തുവാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. എൻ്റെ പേര് ജൈജു. ഇത് കർണാടകയിലെ ഹെബ്രി. ഇവിടെ നമ്മുടെ അടുത്ത് 7000 കവുങ്ങുണ്ട് ഈ ഒരു ഫ്ലോട്ടിൽ. അപ്പുറത്ത് ഇനി ഒരു ഫ്ലോട്ട് ഉണ്ട്, അവിടെ 10,000 കവുങ്ങുണ്ട്. ഇവിടെ നമ്മൾ 2 ബ്രീഡുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാ വന്നുകൊണ്ടിരിക്കുന്നത് ഇൻഡർസി മംഗള. അപ്പുറത്ത് പുതിയതായിട്ട് 1 വർഷമായ തൈകളുണ്ട്, അതെല്ലാം ശതമംഗള എന്ന് പറയുന്ന പുതിയ വെറൈറ്റിയാണ്. ഈ ഇൻഡർസി മംഗള എന്ന് പറഞ്ഞത് ഒരു ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആണ്. ഇത് ഇതുപോലെ നിൽക്കുന്നുണ്ട്, നിറച്ചതൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത്. ഈ ഇൻഡർസി മംഗളയുടെ ഒരു പ്രത്യേകതയാണോ ഈ 3-ാം കൊല്ലം തന്നെ ഇങ്ങനെ കായ്ക്കുക എന്നുള്ളത്? ഇൻഡർസി മംഗളയ്ക്ക് ഇത്തിരി പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോ കർണാടകയിലാണോ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കേരളത്തിലും ഈ രീതിക്ക് ഒരു ആദായം നമുക്ക് അവിടെ കിട്ടുമോ? കേരളത്തിൽ കിട്ടുമോ? കിട്ടും. ഒരു വർഷം നമ്മൾ ശരാശരി എന്തുമാത്രം തൈകൾ കൊടുക്കുന്നുണ്ട്? നമുക്ക് വർഷം ഒരു 30,000 തൈ. ഈ പച്ച അടയ്ക്ക, ഈ ഷേപ്പ് കുറവുള്ളത്, ഇതൊന്നും നമ്മൾ വിത്തിനെടുക്കില്ല. ഈ നല്ല അടയ്ക്കകൾ മാത്രമേ വിത്തിനെടുക്കുള്ളൂ. കവുങ്ങ് ഏത് കാലാവസ്ഥയിലും വെക്കാം. നല്ല ആരോഗ്യമുള്ള ഒരു കവുങ്ങിന് 9 ഇലകൾ കാണും. ഇത് കണ്ടോ, ഇതിന്റെ പാളയെടുപ്പം കണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8ാമത്തേല് ഇത് വലിയ ചൊട്ടയാണ് നിൽക്കണം. ഇതിപ്പോ 1 മാസം കൂടെ കഴിഞ്ഞാല് ഇതിപ്പോ 3 വർഷമായിട്ട് 3 വർഷമായിട്ട് ചൊട്ട. ഈ ചൊട്ട ഈ കായെല്ലാം നമുക്ക് പിടിച്ച് കിട്ടുമോ? അതേ പൊഴിഞ്ഞു പോകാനോ? ഇല്ല, ആദ്യത്തെ ട്രിപ്പ് ഈ ഒരു ചൊട്ടയുടെ കൊഴിഞ്ഞു പോകും. 2ാമത്തെ 3ാമത്തെ കൊല്ലം വരുമ്പോഴത്തേനും കുറച്ച് നമുക്ക് പിടിച്ചു കിട്ടും. ആദ്യത്തെ കൊല്ലം നമുക്ക് എത്ര കൊല വരെ ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്നത്? ആദ്യത്തെ കൊല്ലം ഒരു 2 കൊല അത്രയൊക്കെ കിട്ടുള്ളൂ. പിന്നെ 3ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേനും 10 കൊല 11 കൊല വരെയൊക്കെ ഉണ്ടാകാം. പിന്നെ ഒരു 5ാം വർഷമൊക്കെ ആകുമ്പോഴത്തേനും ശരാശരി ഒരു 3 കൊല 4 കൊല 5 കൊല 6 കൊല ആ റേഞ്ചിലോട്ട് വരും. ഇത് നമുക്കിപ്പം ഈ പൊക്കത്ത് തന്നെ ഇത് കാഴ്ച കിട്ടുമല്ലേ? ഇത് താഴ്ന്ന് കാഴ്ചതാ. ഇതിനെക്കാട്ടിലൊക്കെ ഇത്രയും താഴ്ന്ന് കാഴ്ച തുടങ്ങിയ കവുങ്ങ. ഓഹോ, അത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത് കാഴ്ച? എല്ലാം കാഴ്ചയാണെന്നൊന്നുമില്ല. ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ചു പോയ കൊലകളാ. ഓഹോ, ഇതെല്ലാം കഴിഞ്ഞ കൊല്ലം കൊല കുറച്ച് പറിച്ചിറങ്ങിയതാണ്. ഇതേന്നിപ്പോ ഈ വർഷം ഈ 2 കൊല പറിച്ചിറങ്ങിയതാ. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിക്ക് ഇത് കാഴ്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ കാഴ്ച കവുങ്ങ. ഇത് കണ്ടോ, ഇത് നോക്കി അറിയാം. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കൊലകൾ പറിച്ചു പോയതാ. ഓഹോ, ഇത് അതിന്റെ പാടാണ് ഈ കിടക്കുന്നത്, ഈ കൊലകളുടെ. ഇത് നമുക്കിത് എന്തുമാത്രം അടയ്ക്കാനുണ്ടെന്ന്? ഇത് ഏകദേശം 400 അടയ്ക്ക കിട്ടും. 400 അടയ്ക്ക ഇതാലുണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ ഈ പച്ച അടയ്ക്കെല്ലാം മാറ്റും. ഈ നല്ല ഈ സൈസിലുള്ള നല്ല റൗണ്ട് അടയ്ക്കാൻ നോക്കിയിട്ട് വിത്തിനെടുക്കുക. അതിന് ആവറേജ് ഒരു സൈസ് നോക്കുന്നുണ്ട്, അതേ വലിപ്പം കുറഞ്ഞാണ്. ഇതിനുള്ളിൽ നിന്ന് നമ്മൾ ഇതെല്ലാം മാറ്റും. ഈ പച്ച അടയ്ക്ക, ഈ ഷേപ്പ് കുറവുള്ളത്, ഇതൊന്നും നമ്മൾ വിത്തിനെടുക്കില്ല. ഈ നല്ല അടയ്ക്കകൾ മാത്രമേ വിത്തിനെടുക്കുള്ളൂ.
ജയചേട്ടൻ്റെ എത്രാം വയസ്സിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്? എനിക്കൊരു 19 വയസ്സൊക്കെ എളുപ്പം ഇവിടെ വന്നതാ ചാച്ചൻ്റെ കൂടെ വന്നതാ. കേരളത്തിൽ എവിടെയായിരുന്നു നമ്മൾ? കേരളത്തിൽ നമ്മൾ വന്നത് പാലക്കാട് നിന്ന്. ആ. ഞാൻ പഠിച്ചതൊക്കെ പാലക്കാടാണ്. ജനിച്ചത് നാട്ടിലാ, കാഞ്ഞിരപ്പള്ളി. പിന്നെ നമ്മൾ കർണാടകയ്ക്ക് പോരുകയാണ് ചെയ്തത്. അതെന്താ അന്നത്തെ കാലത്ത് ഫാദറിന് കർണാടകയിലേക്ക് പോരാനുള്ളൊരു ആഗ്രഹം തോന്നി? എന്താ കാരണം അത്? ഇവിടെ അന്ന് സ്ഥലത്തിന് വിലക്കുറവുണ്ടായിരുന്നു. രണ്ടാമത് യൂണിയൻ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ നല്ല വെള്ള സൗകര്യം, പണിയെടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ആ സമയത്ത് കിട്ടുമായിരുന്നു. അങ്ങനെയെല്ലാം നോക്കി ഇങ്ങോട്ട് പോകുന്നതാണ്. അന്ന് കർണാടകയിൽ വന്നപ്പോൾ അന്നത്തെ കാലത്ത് എന്ത് വിലയുണ്ടായിരുന്നു? നമുക്ക് സ്ഥലത്തിന് മേടിച്ചോണ്ടിരുന്നത് എന്ത് വിലയ്ക്ക് നമ്മൾ മേടിച്ചിരുന്നത്? അന്ന് ഏക്കറിന് 1 ലക്ഷം രൂപ, 85,000 രൂപ ആ റേഞ്ചിൽ കിട്ടുമായിരുന്നു. അന്നും ഈ അടക്ക കൃഷി തന്നെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ. നമ്മൾ ആദ്യം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ചെയ്തു. റബ്ബർ ചെയ്തു, കവുങ്ങുണ്ടായിരുന്നു, തെങ്ങ് ചെയ്തു. മെയിനായിട്ട് അടയ്ക്കായിരുന്നു ആ സമയം തൊട്ട് ആയിരുന്നു. ഈ കേരളത്തിലെയും കർണാടകയിലെയും ആ ഒരു വ്യത്യാസം, കൃഷിയിൽ ചെയ്യാനുള്ള ഒരു വ്യത്യാസം അതെങ്ങനെയാണ് നമ്മളത്? ഇവിടെ കണ്ടമാനം ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട് കൃഷികൾക്ക്. അതെങ്ങനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? സബ്സിഡി കാര്യങ്ങള്, ആനുകൂല്യങ്ങളൊക്കെ കണ്ടമാനം ഉണ്ട് ഇവിടെ. അതെല്ലാം ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിലേക്കാൾ ചെയ്യുന്നതിനേക്കാൾ ലാഭകരമായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ലാഭമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കറണ്ട് ചാർജ് ഫ്രീയാ, കൃഷിക്ക് ഉള്ള കറണ്ട് ചാർജ് ഫ്രീയാ. പിന്നെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, ഈ ഇറിഗേഷന് ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ നമുക്ക് 90% സബ്സിഡി ഉണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപ മുടക്കിയാൽ 90,000 രൂപ നമുക്ക് തിരിച്ച് ഗവൺമെന്റിൽ നിന്ന് കിട്ടും. സ്പ്രിംഗ്ലർ ആണെങ്കിൽ 60% സബ്സിഡി ഉണ്ട്. പിന്നെ മറ്റുള്ള കൃഷികൾക്ക് ഇപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പൈനാപ്പിളിന് സബ്സിഡി ഉണ്ട്. വാഴ കൃഷി ചെയ്യുന്നവർക്ക് വാഴയ്ക്ക് സബ്സിഡി ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവർക്ക് അതിന് സബ്സിഡി കിട്ടും. കുരുമുളക് നടുകയാണെങ്കിൽ അതിന് സബ്സിഡി ഉണ്ട്. അങ്ങനെ ഗവൺമെന്റിന്റെ അപ്പം നമ്മള് ഈ കേരളത്തിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ചെയ്താലും ആ ആൾക്കും ആ സബ്സിഡി കാര്യങ്ങളെല്ലാം കിട്ടും. ഇവിടുത്തെ റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. നമുക്ക് അന്നേരം ഇവിടുത്തെ നമ്മുടെ ഈ കൃഷി ഫാമിന്റെ ഒരു സഹായം, അവരുടെ ഹെൽപ്പ്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഹെൽപ്പ് അതെങ്ങനെയാ വരുന്നുണ്ട് ഇവിടെ? അവര് നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്നുണ്ട്. പണ്ട് നമ്മളിവിടെ വന്ന സമയത്ത് ഇത് എങ്ങനെയായിരുന്നു? ഒരു തോട്ടം പോലെ നമ്മൾ ആക്കി എടുക്കുവാണോ ചെയ്തത്? ഒരു കാടായിട്ടാണ് നമുക്ക് കിട്ടിയത്? എങ്ങനെയായിരുന്നു അത് കിട്ടിയത്? അല്ല, നമ്മളൊക്കെ പണ്ട് വരുന്ന സമയത്ത് ഇതെല്ലാം കാടാ, വലിയ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. അങ്ങനെ മരമെല്ലാം മുറിച്ച് മാറ്റി ഹിറ്റാച്ചിക്ക് കുറ്റിയെല്ലാം പറിച്ച് തലവെല്ലാം നല്ല വൃത്തിയായിട്ട് ലെവല് ചെയ്ത് പിന്നെ നമ്മൾ മാർക്കിംഗ് എല്ലാം ചെയ്ത് കവുങ്ങ് നടന്നിടത്ത് കവുങ്ങ് നട്ടു, റബ്ബർ നടന്നിടത്ത് റബ്ബർ നട്ടു. അങ്ങനെ ചെയ്ത് കർണാടകയിൽ നമ്മൾക്കിപ്പം കുരുമുളകാണെങ്കിൽ ഒത്തിരി കുരുമുളക് തരുന്നുണ്ട്. അത് ഒത്തിരി കേരളത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഈ വിത്തുകളൊക്കെ കേരളത്തിൽ നിന്ന് തന്നെയാണോ അവിടെ നിന്ന് കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എങ്ങനെയാ? കുരുമുളക്, റബ്ബർ, തെങ്ങ് അതൊക്കെ കൊണ്ടുവന്നത് എങ്ങനെയാ? അതൊക്കെ റബ്ബറും കുരുമുളകും കേരളത്തിൽ നിന്നാണ് കൂടുതൽ വന്നേക്കുന്നത്. കർണാടകയുടെ വെറൈറ്റികളുണ്ട്, കൂടുതൽ വെറൈറ്റികളും കേരളത്തിന്റെ വെറൈറ്റികളാണ്. അടയ്ക്ക വരുമ്പോഴോ? അടയ്ക്ക ഫുള്ള് കർണാടകയുടെ വെറൈറ്റികളാണ്. ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേരളത്തിനെ വെച്ച് നോക്കുമ്പോഴത്തേനും അത് കൃഷിക്ക് അനുയോജ്യമാണോ? അത് എങ്ങനെയാ? അത് കാലാവസ്ഥ രീതി കേരളത്തിലെ പോലെ തന്നെയാണ്? സെയിം കാലാവസ്ഥ, മഴ കാര്യങ്ങളെല്ലാം കേരളത്തിലൊക്കെയാണ്. ഇപ്പൊ നല്ല മഴയുള്ള സമയമാണ്. ഇവിടെ എങ്ങനെയാ അത്? ഇവിടെ നാട്ടിലെ പോലെ ഇടമഴ കിട്ടില്ല. വേനൽക്കാലത്ത് ഫുള്ള് വേനൽക്കാലമാണ്. മഴക്കാലത്ത് ഇച്ചിരി കൂടെ മഴയ്ക്ക് ശക്തി കൂടുതലാണ്. നാട്ടിലെ അപേക്ഷിച്ച് മഴയ്ക്ക് ശക്തി കൂടുതലാണ്. സമയം ഏകദേശം ഒരുപോലെയാണ്. അവിടുത്തെ മഴയുടെ സമയങ്ങളിലാണ് ഇവിടുത്തെ മഴ. മഴ നിന്ന് കഴിയുമ്പോൾ ഇവിടെ മഴ നിൽക്കും. കേരളത്തിൽ ഉണ്ടാകുന്ന എന്ത് സാധനങ്ങളും നമുക്ക് ഇവിടെ കർണാടകയിൽ എല്ലാം ഉണ്ടായി കിട്ടും. ഇവിടെ നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇത് കാടായിരുന്നു സംഭവം? ഇതെല്ലാം കാടായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം അതെങ്ങനെയുണ്ടത്? ശല്യം ഉണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ ഇലക്ട്രിക് ഫെൻസിങ് എല്ലാം ചെയ്ത് നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഗവൺമെന്റ് കയ്യിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കിവിടെ നമ്മുടെ അവിടെയൊക്കെയാണ് ആന കയറി ഭയങ്കര നശിപ്പിക്കുന്നു. കുരങ്ങിന്റെ ശല്യം ഉള്ളിടത്തുണ്ട്, പുലിയുടെ ശല്യമുണ്ട്. ഇത് കർണാടക നമുക്ക് അടുത്തടുത്ത് വനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് അങ്ങനെയുള്ള ജീവികളൊക്കെ ഇറങ്ങി വരുമോ? അതിന് ഗവൺമെന്റ് കൺട്രോൾ എങ്ങനെയാണ്? ഈ നാട്ടിലൊരു കാട്ടാന വന്നു കഴിഞ്ഞാൽ അത് പിടിച്ചിട്ട് പോകണമെങ്കിൽ ഭയങ്കര പാടാ. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ചിലപ്പോൾ കേരളത്തിൽ നിന്നാണ് പിടിക്കാനുള്ള ആന ഇവിടെ വരുന്നത്. പെട്ടെന്ന് ഇവര് തീരുമാനം ഉണ്ടാകും. കൃഷി നശിപ്പിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കൃഷി നശിപ്പിക്കുന്ന തോന്നിയാൽ അവർ എന്ത് വിധേനയും ഗവൺമെന്റിനെ തുരത്തുവാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഇവിടെ ഗവൺമെന്റ് ഫസ്റ്റ് പ്രയോറിറ്റി കൃഷിയാണ്. ഇവിടെ കൃഷിക്ക് നല്ല പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തോട്ടത്തിലേക്ക് ഒരു വന്യജീവി വരുക, ആന വരുക, പുലി വരുക, അങ്ങനെയൊക്കെ ജീവികൾ വന്നാൽ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ പുലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂട് കൊണ്ടുവന്ന് വെച്ച് പെട്ടെന്ന് പിടിച്ചോണ്ടൊക്കെ പോകും. നമ്മുടെ കേരളത്തിലെ പോലെ താമസം ഉണ്ടാകുന്നില്ല. ഇല്ല, താമസമില്ല. അതി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു കേട്ടു, അതിനിപ്പോ ഒരു ആന ഇവിടെ വരുവാണെങ്കിൽ ആന തുരത്താൻ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് ആനകൾ ഇവിടെ കൊണ്ടുവരാറുണ്ടെന്ന് പിടിച്ചോണ്ട് പോകാറുണ്ട്. കുങ്കി ആനകൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് അത്ര ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടമാനം കശുവണ്ടി ഫാക്ടറികൾ ഇവിടെയുണ്ട്. ഗവൺമെന്റ് 80% സബ്സിഡി ഫാക്ടറികൾക്ക് കൊടുക്കുന്നുണ്ട്, കശുവണ്ടി ഫാക്ടറികൾക്ക്.
നാട്ടിലത് കൊടുക്കണില്ലല്ലോ. ഇല്ല. ഗവൺമെന്റ് അങ്ങനെയല്ല, കൃഷിക്ക് ഇവിടെ ഭയങ്കര 90% സബ്സിഡി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സബ്സിഡിയാ. അതായത് നമുക്ക് മുടക്കുന്നതിന്റെ ഒരു 90,000 രൂപ നമുക്ക് കിട്ടും. മുടക്കുന്നത് നമുക്ക് ഏറ്റവും കുറവാണ് വരുന്നത്. അതെ. അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2 ഏക്കറിന് താഴെ പെണ്ണുങ്ങളുടെയൊക്കെ പേരിൽ സ്ഥലം ഉണ്ടെങ്കിൽ ബോർവെൽ അടിക്കാൻ വരെ ഫ്രീ ആയിട്ട് സൗകര്യം കൊടുക്കും. ഫ്രീ ആയിട്ട് അടിച്ചു ഗവൺമെന്റ് അടിച്ചു തരും. അതിന് ഇച്ചിരി വർക്കുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സഹകരിച്ച്. ജയിച്ചേട്ടൻ, നമുക്ക് ഇവിടെ ഈ വളമൊക്കെ കിട്ടാൻ ഉള്ള സാഹചര്യം അതെങ്ങനെ? ഗവൺമെന്റ് സപ്പോർട്ട് വളത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാ? വളത്തിന്റെ കാര്യത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിവിടെ പൊട്ടാഷ്, യൂറിയ, ഫാക്ടംബോസ് അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര ഷോർട്ടേജ് ആയപ്പം അത് ഇവിടെ എങ്ങനെയുണ്ട്? അല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ ആധാർ കാർഡിന്റെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ഈ സ്ഥലത്തിന്റെ RTC എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. എന്ത് വളം നമുക്ക് ഇവിടെ കിട്ടും. അത് എങ്ങനെയാ? സമയങ്ങളിൽ മാത്രം മാർക്കറ്റിൽ ഷോർട്ടേജ് വരുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് സബ്സിഡി കാര്യങ്ങൾ അങ്ങനെ വല്ലതും തരാറുണ്ടോ ഗവൺമെന്റിൽ നിന്ന്? വളങ്ങൾക്ക് അങ്ങനെ സബ്സിഡി കുറവാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കുരുമുളക് തോട്ടത്തിൽ പോയി. 19 ഇനം കുരുമുളക് പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കർണാടകത്തിലെ ഒരു സയന്റിസ്റ്റ് ആണ്, അപ്പം ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുള്ള സയന്റിസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ ഈ സയന്റിസ്റ്റുകളുടെ ഒക്കെ സഹായവും പിന്നെ കൃഷി ഫാമിന്റെ സഹായവും അത് എങ്ങനെയുണ്ട്? അത് ഇവിടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ തോട്ടത്തിൽ വന്ന ഒരു കാര്യങ്ങൾ നോക്കി നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് വന്ന് പറഞ്ഞു തരണമെങ്കിൽ വന്ന് പറഞ്ഞു തരിക തന്നെ ചെയ്യും. അല്ലാതെ നമുക്കൊരു മടി വിചാരിക്കും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതായത് ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഒരു ക്ലാസ് കാര്യങ്ങൾ അതെല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി തരും. നല്ല നല്ല തോട്ടങ്ങളിലൊക്കെ കൊണ്ടുപോയി നമുക്ക് വേണമെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി കാണിച്ചു തരും. അവരുടെ ഗവേഷണ കേന്ദ്രത്തിന്റെ തന്നെ തോട്ടങ്ങളുണ്ട്, അവിടെ പോയി കാണുന്നതിന് കുഴപ്പങ്ങളില്ല. ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലൊക്കെയാണ് ഇപ്പം പല കേടുകൾ ചില മരങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പല സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര താമസം അവർ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ മഹാളി പോലെ എന്തെങ്കിലും അങ്ങനെയൊക്കെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് സപ്പോർട്ടോ കാര്യങ്ങൾ എങ്ങനെയാണ് അത് വരുന്നത്? വന്ന് തോട്ടങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് മനസ്സിലാക്കി പോകുന്നുണ്ട് അവര്. കൃത്യമായിട്ട് തന്നെ നമുക്ക് അതിന് റിപ്ലൈ കിട്ടും. ജയിച്ചേട്ടാ, നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, എങ്ങനെ യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്വഭാവം അതെങ്ങനെ കാണുന്നുണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ പലരും പുറത്തോട്ട് പോകുന്നൊരു രീതിയാണ് കാണുന്നത്. ഇവിടെ ജയിച്ചേട്ടൻ ഇപ്പം ഇത്ര പ്രായമുള്ളൂ, ഈ മേഖലയിലേക്കൊക്കെ വന്നു. അപ്പൊ ഇവിടുത്തെ യുവാക്കളുടെ ഒരു കാഴ്ചപ്പാട് അവരെങ്ങനെയാ? ഇവിടെ കണ്ടമാനം ആൾക്കാർ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അതിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ വേണുഗോപാൽ സാറ് 2-3 കുരുമുളക് കൃഷി ചെയ്യുന്ന പയ്യന്മാരെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറുപ്പം തൊട്ട് ഇത് താല്പര്യമായിരുന്നു. ഏകദേശം എന്റെ പ്രായമുള്ള പലരും ചെയ്യുന്നുണ്ട് ഇവിടെ. അനിയന്മാരാണെങ്കിലും ഒരാള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ ഈ ഫീൽഡിലുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി കഴിഞ്ഞ്, രണ്ടാമത്തെ അനിയൻ ഫോട്ടോഗ്രാഫി കഴിഞ്ഞു, അവനും ഇപ്പൊ ഈ ഫീൽഡിൽ അവരെല്ലാം ഇപ്പൊ കൃഷിയുടെ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അതായത് നല്ല വിദ്യാഭ്യാസം ഉള്ളവരും ഇപ്പൊ കൃഷി മേഖലയിലേക്ക് ഇറങ്ങുന്ന വിദ്യാഭ്യാസം വിവരമില്ലാത്തന്നെ ഇറങ്ങുന്നതെന്നാണ് നാട്ടിലൊക്കെ ഒരു വർത്താനം. പക്ഷെ നമ്മുടെ ഇവിടെ നോക്കിയാൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരും നല്ല കഴിവുള്ളവരും നല്ല ജോലി ഉള്ളവരും അത് ഉപേക്ഷിച്ചിട്ട് പലരും ഇവിടെ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനൊരു മെയിൻ കാരണം എന്നാ? അവർ ഈ വരുമാനം നോക്കിയാണോ, അതെയോ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണോ? അതെന്താ സംഭവം? ഒന്ന്, സ്ട്രെസ് കുറവ്. രണ്ടാമത്തെ കാര്യം, ഒരു ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും പൈസ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുമെന്നാണ് എന്റെ സ്വന്തമായ കാഴ്ചപ്പാട്. അതൊന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം ഞങ്ങൾക്ക്. നല്ല ഒരു 5 ഏക്കർ സ്ഥലം മതി. കുറേ സ്ഥലമൊന്നും നമുക്ക് വേണ്ട. നല്ല ഒരു 5 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പൈസ നമുക്ക് ഉണ്ടാക്കാം. കൂടുതൽ പൈസ നമ്മൾ പറയുന്നത് അത് നമുക്കൊരു അത് കൃത്യം ഒരു എമൗണ്ട് ആയിട്ട് ജയിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അത് നമ്മൾ ചെയ്യുന്ന കൃഷികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ അടയ്ക്ക് നല്ല വിലയുണ്ട്. ഇപ്പൊ നമ്മൾ 1 ഏക്കർ അടയ്ക്കൊക്കെ ഒരു കവുങ്ങുന്തോട്ടത്തിന്റെ കണക്ക് പറഞ്ഞു, 6.5 ലക്ഷം രൂപ പറഞ്ഞു. 5 ഏക്കർ കവുങ്ങുന്തോട്ടം ആയപ്പോ പൈസ എത്രയായി? 30 ലക്ഷം രൂപയായി. 12 മാസം ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും പൈസ കിട്ടുന്നില്ല. അതുപോലെ കുരുമുളകാണെങ്കിലും 1 ഏക്കറിൽ നിന്ന് 12 ലക്ഷം രൂപയൊക്കെ ആദായം എടുക്കുന്നുണ്ട്. ജോസ് ചേട്ടനെ പോലുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ കവുങ്ങിന്റെയും കുരുമുളകിന്റെ ഒക്കെ കാര്യം നമ്മൾ ഇത്ര വില കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഒരു കൃഷിയുടെ പുറകെ മാത്രം നമ്മൾ കറങ്ങരുത്. നമ്മളെല്ലാ കൃഷിയും മിക്സ് ചെയ്ത് ചെയ്യണം. നമ്മുടെ തോട്ടത്തിൽ എല്ലാ കൃഷി നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്ത് ഒരു 1 ഏക്കർ സ്ഥലം ഉള്ളെന്ന് ഓർത്തോ, അതിന്റെ അകത്തോട്ട് കണ്ടമാനം ഉള്ള കൃഷി എല്ലാം കൂടെ ചെയ്യാന്നല്ല അല്ലല്ലോ നമ്മൾ. അതെങ്ങനെയാ? അതിപ്പോ നമ്മള് എല്ലാ കൃഷിയുടെയും പ്രധാനം എന്ന് പറയുന്നത് അതിന്റെ സ്പേസിംഗ് ആണ്. ഇപ്പൊ തെങ്ങ് കൃഷിയാണ് നമ്മൾ ചെയ്യണതെങ്കിൽ തെങ്ങിനടിയിൽ ജാതി നടാം, കൊക്കോ നടാം, കുരുമുളക് കൃഷി ചെയ്യാം, കാപ്പി വേണമെങ്കിൽ കാപ്പി കൃഷി ചെയ്യാം. തെങ്ങിനാണെങ്കിൽ തെങ്ങിന് പറ്റിയ ഇടവിളയുണ്ട്, കവുങ്ങിനാണെങ്കിൽ കവുങ്ങിന് പറ്റിയ ഇടവിള കൃഷികളുണ്ട്. അതുപോലെ നമ്മൾ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ
നമുക്കൊരിക്കലും പരാജയം വരില്ല. പരാജയം നമുക്കിപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലമാണ് ജയിച്ചേട്ടൻ പറഞ്ഞു തരുന്നതാണോ? ഒരു 5 ഏക്കർ സ്ഥലം ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ അകത്ത് കമുകൻ തോട്ടം വേണം, തെങ്ങിൻ തോട്ടം വേണം, കൊടിത്തോട്ടം വേണം, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിനെ ഒരു 3 ഡിവൈഡ് ചെയ്തിട്ട് ഈ എല്ലാ കൃഷികളുടെ ഇടയിൽ നമുക്ക് വേറെ കൃഷികൾ ചെയ്യാം. നമുക്കപ്പം ഈ യുവാക്കൾക്ക് നല്ല രീതിക്ക് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ജയിച്ചേട്ടൻ്റെ ഒരു അഭിപ്രായം? പറ്റും. അത് നല്ലൊരു ആദായത്തിൽ എത്തിക്കാം, നല്ലൊരു വരുമാനം, മനസ്സിന് സന്തോഷം എല്ലാം ഉണ്ടാവും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടിമയായിട്ട് നമ്മൾ ഇതിനകത്ത് ജോലി ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ ഇവിടെ പണിയുന്ന ബയ്യമാരുടെ കൂടെ സഹകരിച്ച് നമ്മളും അങ്ങ് പോകും. അവരുടെ ഒപ്പം പണിത സഹകരിച്ച് അവരുടെ കൂടെ അങ്ങോട്ട് പോകും. വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അത് വളർന്നു വരുന്ന വളർച്ച, അതിന്റെ ആദായം എടുക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം, അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ വാങ്ങുന്ന പൈസ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു ജോലിക്കാരനാണെങ്കിൽ എപ്പോഴും നമുക്ക് നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് നടക്കാൻ പറ്റും. കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത് പറ്റില്ല. അങ്ങനെ നടക്കാൻ പറ്റില്ല എന്നല്ല പറയണത്, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഇതിലൊരു പുറമേന്ന് ഒരാൾ നോക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത. ഈ നമ്മൾ കേരളത്തിലെ കൃഷിക്കാരനാന്ന് പറയുമ്പോൾ പൊതുവെ ഒരു മടി, ആൾക്കാർക്ക് മുഖത്തൊരു മടി, അവനെ കാണുമ്പോൾ ഒരു പൊച്ചത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ കൃഷിക്കാരനാന്ന് പറഞ്ഞാൽ പെണ്ണ് പോലും കിട്ടാൻ പലർക്കും ഇപ്പൊ പാടാണ്. അപ്പൊ ഈ കർണാടകയിലെ ഒരു സ്ഥിതി അതിനെ കുറിച്ച് അതെങ്ങനെയാ? ഇവിടെ കുറേ യുവജനങ്ങൾ ഇപ്പൊ ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. കുറെ പേര്, ചിലര് ഈ ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിള് ഇങ്ങനെയുള്ളതൊക്കെ സ്വന്തം സ്ഥലത്ത് തന്നെ കൃഷി ചെയ്ത് അത് പ്രോസസ് ചെയ്ത് അത് ജാമാക്കുന്നവരുണ്ട്, സ്കാഷ് ആക്കി വിൽക്കുന്നവരുണ്ട്. ഈ നാട്ടിലെ യുവാക്കള് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലെ യുവാക്കളാണ് കണ്ടമാനം ഈ രംഗത്തോട്ട് ഇപ്പൊ വരുന്നുണ്ട്. മലയാളികള് കുറവാണ്. എൻ്റെ ഒരു പ്രായം, അതിന്റെ താഴോട്ടൊക്കെ എൻ്റെ അനിയന്മാരുടെ ഒരു പ്രായം കുറവാണ്. പക്ഷെ ഈ നാട്ടിലുള്ള കണ്ടമാനം പിള്ളേര് ഈ ഒരു മേഖലയിലോട്ട് ഇപ്പൊ കടന്നു വരുന്നുണ്ട്. നഴ്സറി ഫീൽഡിലോട്ട്, പിന്നെ ജാം സ്കാഷ്, അവരുടെ തന്നെ സ്ഥലത്ത് ഇതുപോലെയുള്ള കൃഷികൾ ചെയ്ത് ജാം സ്കാഷ് അതെല്ലാം ഉത്പാദിപ്പിക്കും. അവരെല്ലാം നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ പിള്ളേർ തന്നെയാണ്. എഞ്ചിനീയറിങ്, ഡിഗ്രി എല്ലാം കഴിഞ്ഞ പിള്ളേരെല്ലാം ഈ ഒരു ഫീൽഡിൽ അവർ ഈ കൃഷി ഫീൽഡിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ വേണുഗോപാൽ സാറ് കണ്ടമാനം അതിന് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. കണ്ടമാനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിള്ളേരെ. അവർ കൃത്യമായ ഗൈഡൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. സാറിന്റെ ഒരു സപ്പോർട്ട് അവർക്ക് എങ്ങനെ കിട്ടുന്നത് ചേട്ടന്റെ അഭിപ്രായത്തിൽ? അത് വേണുഗോപാൽ സാറ് സത്യം പറഞ്ഞാൽ റിട്ടയർഡ് ആയിട്ട് ഈ പ്രായത്തിലും ഈ നല്ല രീതിക്ക് ആൾക്കാരെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരു വല്യപ്പന്റെ സ്ഥാനത്ത് നിന്ന് യുവജനങ്ങളെ വേണുഗോപാൽ സാർ കൊണ്ടുപോയി നടക്കുന്നുണ്ട്. സാറ് തന്നെ ചെന്ന് പല ഫീൽഡുകൾ സന്ദർശിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ മടുപ്പ് കൂടാതെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു രീതിയിൽ സാറ് ചെയ്യുന്നുണ്ട്. സാർ എന്തിനാ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? പെപ്പറാണ് സാർ ചെയ്യുന്നത്. പക്ഷെ സാറ് കണ്ടമാനം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, നമ്മൾ ഇവിടെ കൃഷി ചെയ്യുമ്പം കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റ് അതെങ്ങനെയാണ്? അതിന്റെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് എപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞ ഒരു മടുപ്പാണ്. അവർ കളിക്കാനൊക്കെ ഇവിടെ അവർക്ക് പ്രത്യേക ഒരു എൻജോയ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ് ജയചേട്ടന്റെ കൃഷി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, പുതിയ ടെക്നോളജി ചെയ്തോണ്ടിരിക്കുക, അത് വളർന്നു വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷം. ഇനി ഇത് കൂടുതലായിട്ട് ചെയ്യണം തന്നെയാണോ ചേട്ടൻ? കൂടുതലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഏത് രീതിക്കാണ് നമ്മൾ ഈ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകണം? ഏക്കറേജ് കൂട്ടണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഒന്നും കൂടെ ടെക്നോളജി നന്നായിട്ട് വികസിപ്പിച്ച് മുമ്പോട്ട് വരണമെന്ന് ഇപ്പോഴും നല്ല കൃത്യം ടെക്നോളജി ശാസ്ത്രീയമായ രീതി തന്നെയാണോ ഇവിടുത്തെ കൃഷികൾ പോകുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്നത്? ഏകദേശം ഒരു 60% ശാസ്ത്രീയമായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ഈ മണ്ണും കാര്യങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ശേഷമാണോ? മണ്ണൊക്കെ നമ്മൾ 2 വർഷം കൂടുമ്പോൾ ഒരിക്കൽ ടെസ്റ്റ് ചെയ്യും. കുമ്മായപ്പൊടിയോ കക്കാപ്പൊടി, ഡോളോമൈറ്റ് ഏതെങ്കിലുമൊക്കെ മാറി ഉപയോഗിച്ച് pH നമ്മൾ ലെവൽ ചെയ്യും. പിന്നെ ഇറിഗേഷൻ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷൊക്കെ തേച്ചിട്ട് കുറച്ച് മീൻ വളർത്തുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി മീനൊരു കുറച്ച് തീറ്റയൊക്കെ കൊടുക്കും. തീറ്റ എല്ലാം കൊടുത്ത് വന്നു കഴിയുമ്പോഴത്തേനും പിള്ളേരെ സ്കൂളിൽ വിടാനാവും. പിള്ളേർ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയി ബസ്സിന് കയറ്റി വിടണം. അവിടെ കൊണ്ടുപോയി ബസ്സൊക്കെ കയറ്റി വന്ന് വിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ബയ്യന്മാർ പണി തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവരുടെ കൂടെ അങ്ങ് കൂടും. വൈകിട്ട് 5 മണി വരെ അവർ പണിയും. 5 മണിയാകുമ്പോൾ ഏകദേശം ഒരു 5:30 ആകുമ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് ടൗണിലെത്തും. പിന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരുന്നു. കുറച്ചു നേരം അവരൊക്കെ ആയിട്ട് കളിക്കും. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിനെല്ലാം അങ്ങനെ പോകും. പിന്നെ വന്ന് കിടക്കും. ഇപ്പം എത്ര ഏക്കറിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്നേ? ഇതിപ്പോ 16 ഏക്കർ സ്ഥലമാണ്. ഈ 16 ഏക്കർ കൃഷി ചെയ്യുമ്പം ജയച്ചേട്ടന് പ്രോപ്പറായിട്ട് എന്ത് വരുമാനം നമുക്കൊരു വർഷം കിട്ടും, അല്ലെങ്കിൽ ഒരു മാസമാണോ? അങ്ങനെ ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ?
40 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടുന്നുണ്ട്. 40 ലക്ഷം രൂപ അടയ്ക്കായിന്ന്. അത് അടയ്ക്കായിട്ട് പിന്നെ കുറച്ച് നഴ്സറി ഉണ്ട്, നഴ്സറി കൂടി ആകുമ്പോൾ ഒരു 40 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെലവ് കഴിച്ചിട്ട് നമുക്കൊരു 40 ലക്ഷം രൂപ മാറ്റി വെക്കാൻ, ഒരു വർഷം മാറ്റി വെക്കാൻ നമുക്ക് ചെലവ് കഴിച്ചിട്ട് നമുക്കൊരു 30 രൂപ മാറ്റി വെക്കാം. 30 രൂപ മാറ്റി വെക്കാൻ പറ്റും. അതൊരു വലിയ സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ അത്ര ഫ്രീ ആയിട്ട് നിൽക്കുന്ന നമുക്ക് ഇത്രയും പൈസ. അതെ, നമ്മളെ ആരെ എപ്പോൾ വിളിച്ചാലും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഓടിച്ചെല്ലാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ജോലിക്കാരനാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരു പണി എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആരെങ്കിലും ഒരു അർജന്റിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇട്ടിട്ട് പോവാം. വേറെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് നടക്കില്ല. ഇന്ന് വന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി ചെയ്താൽ മതി. ഇനി നമുക്കൊരു വയ്യാഴിക വന്നു, 4 ദിവസം 5 ദിവസം നമ്മൾ വീട്ടിൽ കയറി കിടന്നു, ആരും നമ്മളോട് ചോദിക്കാനില്ല. ചേട്ടന്റെ കീഴിൽ ഇവിടെ എത്ര നമുക്ക് ജോലിക്കാർക്ക് അവരെ എത്ര പേരുണ്ട്? നമുക്കത് ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് 6 പേരുണ്ട്. 6 പേരുണ്ട് ഈ തോട്ടം ഫുള്ള് നോക്കാൻ വേണ്ടി. അമ്മമാര് കൃത്യമായിട്ട് തന്നെ നോക്കുന്നു, അവർ കൃത്യമായിട്ട് ചെയ്യും. ഇനി നമ്മളില്ലെങ്കിൽ തന്നെ അവർ നല്ല മനോഹരമായിട്ട് നമ്മളുള്ളതിനെക്കാട്ടിലും ഒന്നും കൂടെ വൃത്തിയായിട്ട് അവർ ചെയ്യും. നമ്മൾ കൃത്യമായ ഒരു ഗൈഡൻസ് മാത്രം അവർക്ക് കൊടുത്താൽ മതി. പിന്നെ നമ്മളുള്ളപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഉണ്ട്. നമ്മളൊരു മുതലാളിയായിട്ട് വീട്ടിൽ പോയിരിക്കൊന്നുമില്ല. നമ്മൾ അവരുടെ കൂടെ ഉണ്ട്, പറഞ്ഞു കൊടുക്കാനും അവരുടെ കൂടെ ചെയ്യാനും. ചിലപ്പോൾ ഏറ്റവും കഷ്ടപ്പാടുള്ള പണി അവരുടെ കൂടെ നമ്മളായിരിക്കും ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യും. അപ്പൊ ആ കൂടുതൽ അവന്മാരും അത് ചെയ്യും. അത് കുറെ കാലം നമ്മുടെ കൂടെ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെക്കാട്ടിലും മുമ്പിൽ കയറും. ഇപ്പൊ കാട് വെട്ടുന്ന മെഷീൻ തന്നെ ഇവിടെ നമ്മുടെ പയ്യന്മാര് 3 പേര് വെട്ടും. അവർക്കൊന്നും അറിയില്ലായിരുന്നു. ആദ്യം 2 മെഷീൻ ഉണ്ട് നമുക്ക്. ആദ്യം ഇത് വെട്ടി തുടങ്ങുമ്പോൾ ഞാൻ വെട്ടുന്നതിന്റെ 4-1 അവര് വെട്ടില്ല. ഇപ്പൊ അവര് വെട്ടുന്നതിന്റെ 5-1 എന്നെ കൊണ്ട് വെട്ടാൻ പറ്റില്ല. അത്രയ്ക്ക് അവര് കവറായി പോയി. ചേട്ടാ ഇവരുടെ ഒരു സഹായം എങ്ങനെ നമുക്കത്? പുള്ളി നമ്മുടെ കൂടെ ഇപ്പൊ 20 വർഷം, എനിക്ക് 20 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ കൂടെ വന്ന് കൂടിയതാ. പുള്ളി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. നമുക്ക് 20 വയസ്സുള്ളപ്പോ വന്ന് 20 വയസ്സുള്ളപ്പോ കൂടെ. അപ്പൊ വർഷങ്ങളായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പുള്ളിക്ക് അറിയാം. എല്ലാം അറിയാം. ഇതെല്ലാം നോക്കി ചെയ്യുന്നത് പുള്ളി തന്നെയാ.